കൊല്ലത്തേക്കാണ് നമ്മൾ പോകുന്നത്. CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ദീപശിഖ പതാക ജാഥകൾ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. കൊടിയേറ്റ് സമ്മേളനത്തിനായി കൊടിയേറുകയാണ്. അതിന്റെ കൊടി മരം ഉയർത്തുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ആശ്രാമത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ്. പ്രൗഢോജ്വല തുടക്കം അങ്ങനെ CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം നഗരി സാക്ഷ്യം വഹിക്കുകയാണ്. നാളെയാണ് പ്രതിനിധി സമ്മേളനം ഉള്ളത്. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ്, നൂറുകണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൊടിമരം ഉയർത്തുന്നത്. കൊടിമര ജാഥ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ചിന്നക്കടയിലേക്ക് എത്തി മൈതാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ പ്രൗഢോജ്വല തുടക്കം CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൈവരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, മുതിർന്ന നേതാക്കൾ, പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, ജില്ലയിലെ CPM-ന്റെ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, ഇവരൊക്കെ ഈ ഇപ്പോഴത്തെ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചോളം അതിൻ്റെ സംഘടനാ രീതികൾ വെച്ചൊക്കെയുള്ള അതിൻ്റെ ആദ്യ ഈ സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇത്തരത്തിൽ കൊടിമര ജാഥ എന്നുള്ളത്. അത് രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ട്, രക്തസാക്ഷികളുടെയൊക്കെ തന്നെ അവരെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ കൊടിമര ജാഥ പ്രൗഢഗംഭീരമായിട്ട് തന്നെ തുടക്കം കുറിച്ചത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലൂടെയൊക്കെ തന്നെ സഞ്ചരിച്ചുകൊണ്ടാണ് കൊടിമര ജാഥ ചിന്നക്കടയിലേക്ക് എത്തി. ഇപ്പോൾ ആശ്രാമ മൈതാനത്തിലേക്ക് എത്തി. അവിടെ കൊടിമരം ഉയർത്തിയിരിക്കുന്നത്, പതാക ഉയർത്തിയിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാ CPM-ന്റെ സമുന്നത നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ പ്രൗഢഗംഭീര ചടങ്ങ് സാക്ഷ്യം വഹിക്കുന്നത്. തുടക്കമായിരിക്കുന്നു. കൊല്ലത്തു നിന്നുള്ള ദൃശ്യമാണ്. CPM-ന്റെ നിരവധി പ്രവർത്തകർ, നൂറുകണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആണിപ്പോൾ കൊടിമരം ഉയർത്തിയിരിക്കുന്നത്. പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കടന്നിരിക്കുന്നത്. നാളെയാണ് ഇനി പ്രതിനിധി സമ്മേളനം നടക്കാൻ പോകുന്നത്. അങ്ങനെ ഇത്തവണത്തെ സമ്മേളനത്തെ സംബന്ധിച്ചോളം വളരെ പ്രത്യേകതകൾ ഉള്ള ഒരു സമ്മേളനമാണ്. ഒരുപാട് വിമർശനവും സ്വയം വിമർശനത്തിനൊക്കെ സാക്ഷ്യം വഹിക്കേണ്ട സമ്മേളനമാണ് കൊല്ലം സമ്മേളനം, സംസ്ഥാന സമ്മേളനം. 3 പതിറ്റാണ്ടിന് ശേഷമാണ് ഇപ്പോൾ കൊല്ലത്തേക്ക് CPM സമ്മേളനത്തിന് കൊല്ലം സാക്ഷ്യം വഹിക്കുന്നത്. CK വിജയൻ എത്തിച്ചേരുന്നുണ്ട്. CK, അങ്ങനെ പ്രൗഢഗംഭീരമായ തുടക്കം കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനത്തിന് കൈവന്നിരിക്കുന്നു. കൊടിമര ജാഥ എത്തിയ ശേഷം ഇപ്പോൾ കൊടിമരം ഉയർത്തിയിരിക്കുന്നു. എല്ലാ നേതാക്കളുടെയും സാന്നിധ്യമുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? 3 പ്രധാനപ്പെട്ട ജാഥകളും അല്പസമയം മുൻപ് ഈ ആശ്രാം മൈതാനത്ത് എത്തിച്ചേർന്നു. അതിന്റെ ഭാഗമായി CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഔദ്യോഗിക തുടക്കം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുക എന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. ആ ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ആശ്രാം മൈതാനത്ത് സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ ഈ അല്പസമയത്തിനകം ഈ പതാക ഉയർത്തും. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്ന് അത്യാവേശോജ്വലമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരും വോളണ്ടിയർമാരും എല്ലാം തന്നെ ഇതിന് ചുറ്റുകൂടിയിരിക്കുന്ന ദൃശ്യം നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ വേണ്ടി കഴിയും. കയ്യൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് പതാക. M സ്വരാജിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പ്രവർത്തകരാണ്, നേതാക്കന്മാരടങ്ങുന്ന സംഘമാണ് ഈ പതാക ഈ ആശ്രാം മൈതാനത്ത് എത്തിച്ചത്. അതുപോലെ തന്നെ ശൂരനാട് നിന്നും കൊണ്ടുവന്ന കൊടിമരമാണ്, ഇപ്പോൾ ഈ തേക്കിൽ തീർത്ത ഒരു കൊടിമരമാണ് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ആ കൊടിമരത്തിലേക്ക് ഇപ്പോൾ കയ്യൂരിൽ നിന്ന് കൊണ്ടുവന്ന പതാക ഉയർത്തും. ഈ പതാക ഉയർത്തുന്നു. അതോടുകൂടി തന്നെ അതിന് ചുറ്റും ദീപശിഖ, വിവിധ സ്ഥലങ്ങളിൽ നിന്നായി വന്ന, വയലാറിൽ നിന്നുൾപ്പെടെ വന്ന ദീപശിഖകളുണ്ട്. അതിന് പുറമെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളായ രക്തസാക്ഷി സ്മാരകങ്ങളും സ്മൃതി കുടീരങ്ങളിൽ നിന്നുമായി വന്ന ദീപശിഖകൾ എല്ലാം തന്നെയുണ്ട്. എല്ലാം ചേർന്ന് ഇപ്പോൾ ഈ സമ്മേളന വേദിയിൽ എല്ലാം ഒന്നു ചേർന്നിരിക്കുകയാണ്. സമ്മേളനത്തിന് പതാക ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഇപ്പോൾ ഈ പതാക നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആവേശോജ്വലമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പതാക ഉയർത്തുകയാണ്. പതാക ഉയർത്തി കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട നടപടികൾ തീരും. നാളെ രാവിലെ സമ്മേളന നഗരിയിൽ, അതായത് പ്രതിനിധി സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുകയും പ്രതിനിധി സമ്മേളനം തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, പാർട്ടി സംസ്ഥാന സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിൽ ഒന്നാണ് ഈ പൊതുസമ്മേളന നഗരിയിലെ പതാക ഉയർത്തൽ. ഈ പതാകയും അതോടൊപ്പം തന്നെ ഇവിടെ ദീപശിഖയും ഉണ്ടാക്കും. അത് കഴിഞ്ഞ് പിന്നീട് ഈ സമ്മേളന നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമുള്ള പൊതുസമ്മേളനവും ഈ ആശ്രമ മൈതാനത്താണ് നടത്തുക. അതിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ കൊടിമരം സ്ഥാപിച്ചിട്ടുള്ളത്. അതിലേക്ക് ഇപ്പോൾ പതാക ഉയർത്തുന്നതിന് വേണ്ടി
എല്ലാവരും എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ എല്ലാം തന്നെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, നിരവധി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, PK ശ്രീമതി, എളമരം കരീം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഈ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതിന്റെ ഭാഗമായി ചെറുതായി തയ്യാറാക്കിയ ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിലാണ് ഇപ്പോൾ ഇവരെല്ലാം തന്നെ ഇരുത്തുന്നത്. ഈ ദീപശിഖയും ഇവിടെ ഏറ്റുവാങ്ങുന്ന ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നു. ഏതായാലും 6 മണിയോടുകൂടി, കൃത്യം 6 മണിയോടുകൂടി തന്നെ ഈ പതാക ഇവിടെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് 3 ദിവസം CPM സംബന്ധിച്ചിടത്തോളം ഇടതടവില്ലാത്ത ചർച്ചകളും റിപ്പോർട്ടുകളും അടുത്ത 3 വർഷത്തെ ഭാവി പദ്ധതികളും കഴിഞ്ഞ 3 വർഷത്തെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളുടെ വിശകലനവും ചർച്ചയും എല്ലാം തന്നെ ഉണ്ടാകും. സ്വയം വിമർശനാത്മകവുമായ സമീപനം CPM സംബന്ധിച്ചിടത്തോളം അതിന്റെ സംഘടനാ രീതിയിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. ആ നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ പാർട്ടി പോകുന്നത്. പാർട്ടിയുടെ സമ്മേളനം എന്ന് പറയുന്നത് ഔദ്യോഗികമായി പാർട്ടിയുടെ ഭാരവാഹികളെ മുഴുവൻ തെരഞ്ഞെടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അതുകൊണ്ട് പുതിയ സംസ്ഥാന സെക്രട്ടറി വരും, പുതിയ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ വരും, പുതിയ സംസ്ഥാന സമിതി അംഗങ്ങൾ വരും. അത്തരത്തിൽ നവീകരിക്കപ്പെടുന്ന ഒരു പുതിയ കമ്മിറ്റി ആയിരിക്കും ഇനി മുതൽ അങ്ങോട്ട് CPM നയിക്കുക. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ വിലയിരുത്തും. ഇനി ഭാവിയിൽ അങ്ങോട്ട് സംസ്ഥാന സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണം എന്ന തരത്തിലുള്ള ഒരു നയരേഖ, ഒരു വികസന രേഖ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യും. അതിന്റെ എല്ലാം ഭാഗമായി ചർച്ചകൾ നടക്കുകയും ചെയ്യും. അതാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യം. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പതാക CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ഉയർത്തൽ ചടങ്ങുകളാണ് ഇപ്പോൾ ഈ ആശ്രമ മൈതാനത്ത് നടക്കുന്നത്. ആവേശോജ്വലമായി 100 കണക്കിന് പ്രവർത്തകർ, വളണ്ടിയർമാർ, ബാൻഡ് സംഘങ്ങൾ, ദീപശിഖ പ്രവർത്തകർ, അത്തരത്തിൽ എല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സീതാറാം യെച്ചൂരിയുടെ പേരിലാണ് ഈ സമ്മേളന നഗരി അറിയപ്പെടുക. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ യെച്ചൂരിയുടെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയുള്ള ഈ വേദിക്ക് അത്തരത്തിലൊരു പേര് കൂടി നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് 9-ാം തീയതി വൈകിട്ടോടുകൂടി പൊതുസമ്മേളനം നടക്കുക. അതുകൊണ്ട് 2 ലക്ഷം പേരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള 2 ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുസമ്മേളനമാണ് ഇവിടെ പാർട്ടി നടത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്, അല്ലെങ്കിൽ നടത്തുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടത്തിയിട്ടുമുണ്ട്. നാളെ രാവിലെ 9 മണിയോടുകൂടി ടൗൺ ഹാളിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ഈ പതാക ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ മന്ത്രിയുടെ KN ബാലഗോപാൽ ഈ പതാക ഉയർത്തും. അദ്ദേഹം ഈ കൊടിമരത്തിന്റെ സമീപത്തേക്ക് വന്നിട്ടുണ്ട്. റെഡ് വളണ്ടിയർമാരെല്ലാം തന്നെ അതിന് ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ CPM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനത്തിന്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ ആരംഭിക്കും. CK വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലത്തെ സംബന്ധിച്ചോളം CPM ഈറ്റില്ലമാണ് കൊല്ലം. ആ കൊല്ലത്താണ് ഇത്തവണ 3ാം തവണയാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ദീപശിഖ, കൊടിമര ജാഥകൾ വിവിധ ഇടങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നു. സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് കൊല്ലത്തെ സംബന്ധിച്ചോളം CPM സംബന്ധിച്ചോളം പ്രൗഢഗംഭീരമായ ഒരു നിമിഷമാണ്, മുഹൂർത്തമാണ്. CPM ഈറ്റില്ലമാണ്, രക്തസാക്ഷികൾ ഒരുപാടുള്ള ഇടമാണ്. അവിടെയാണ് കൊല്ലത്തെ സംബന്ധിച്ചോളം തീരമേഖല. ആ തീരമേഖലയിൽ മലയോര മേഖലയൊക്കെ ഉൾപ്പെടുന്ന ഒരു ജില്ലയാണ് കൊല്ലം. ഒരുപാട് പ്രത്യേകതയുള്ള ജില്ലയാണ്. ആ ജില്ലയിലാണ് കർഷക തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും ഒക്കെ തന്നെ കയർ തൊഴിലാളികളും ഒക്കെ ഒരുപാട് ഉള്ള തീരദേശ മേഖല ഉൾപ്പെടുന്ന ജില്ലയിലാണ് ഇത്തവണ CPM സംസ്ഥാന സമ്മേളനം എന്ന പ്രത്യേകതയുണ്ട്. ഇപ്പോൾ സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി ബാലഗോപാൽ പതാക ഉയർത്തുകയാണ്.
ചെങ്കൊടി വാനിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കൊല്ലത്തെ സംബന്ധിച്ചോളം അഭിമാന മുഹൂർത്തം, പാർട്ടിയെ സംബന്ധിച്ചോളം പ്രൗഢഗംഭീരമായ മുഹൂർത്തം. രക്തസാക്ഷികൾ അനശ്വരന്മാർന്ന മുദ്രാവാക്യം നൂറിനൊപ്പം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചെങ്കൊടി ഉയർത്തിയിരിക്കുന്നത്. സമാപിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് കയ്യൂരിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്ന പതാക, വിപ്ലവ മണ്ണിൽ നിന്നും എത്തിയ പതാക നമ്മളിവിടെ ഉയർത്തിയിരിക്കുന്നത്. ആ സമ്മേളനത്തിന്റെ നമ്മുടെ ധീരന്മാരായ രക്തസാക്ഷികളുടെയും പോരാട്ട ചരിത്രത്തിൽ നമ്മളെ വിട്ടുപോയ കടന്നുപോയ ധീരന്മാരായ നിരവധി വരുന്ന പോരാളികളുടെയും മഹാത്യാഗത്തിന്റെ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ എത്തിച്ച ഈ പതാകയും വയലാറിൽ നിന്ന് വന്ന ദീപശിഖയും ശൂരനാടിന്റെ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ വീര്യം ഉൾക്കൊണ്ട് അവിടെ നിന്നെത്തിയ കൊടിമരവും ഉൾപ്പെടെ ഇവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലോകത്തെവിടെ സാധാരണക്കാരന്റെയും മനുഷ്യന്റെ വേദനിക്കുന്ന മനുഷ്യന്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെടുന്നതാണ് ഈ ചുവന്ന കൊടി. ഈ കൊടി സാധാരണക്കാരന്റെ അവകാശവും ജീവിതവും സംരക്ഷിക്കാൻ എക്കാലവും ഉണ്ട് എന്നുള്ള ഉറപ്പ് ലോകത്ത് കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മൾ ഈ സമ്മേളനം ഏറ്റവും ഉജ്ജ്വലമായി നടത്തുവാനായിട്ട് പോകും. ഈ സമ്മേളനത്തിന്റെ കൂടുതൽ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും എല്ലാ സഹായവും മുഴുവൻ ആളുകളുടെയും ഭാഗത്തുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ നല്ലൊരു കേരളം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്ന, മുഴുവൻ ജനങ്ങളുടെയും ആവശ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ സജ്ജമായ CPIM-നെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തന പദ്ധതി പ്ലാൻ ചെയ്യുന്ന ചരിത്രത്തിൽ ഇടപെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനമാണ്. ഈ സമ്മേളനം വിജയിപ്പിക്കാനായി മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി നമ്മൾ ഈ പതാക ഉയർത്തിയിരിക്കുകയാണ്. സമ്മേളനത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ചെങ്കടലായി മാറിയിരിക്കുകയാണ് കൊല്ലം CPM സംസ്ഥാന സമ്മേളനത്തിന് കൊടിയേറ്റം. കൊടിമര ജാഥയായി എത്തി. കൊടി ഇപ്പോൾ സമ്മേളന നഗരിയിൽ ആശ്രമ മൈതാനത്ത് സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി ബാലഗോപാൽ ഉയർത്തിയിരിക്കുകയാണ്. ഇനിയുള്ള നാളുകൾ കൊല്ലത്തെ സംബന്ധിച്ചോളം, വിപ്ലവ ഭൂമിയായ കൊല്ലത്തെ സംബന്ധിച്ചോളം ചൂടേറിയ ചർച്ചകൾക്ക്, CPM-നെ സംബന്ധിച്ചോളം സംഘടനാ രീതി വെച്ചുള്ള ചർച്ചകൾക്ക് വേദിയാകും. അങ്ങനെ കൊല്ലം മൂന്നാം തവണയാണ് ഇപ്പോൾ CPM സംസ്ഥാന സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഉയർന്നിരിക്കുന്നു ചെങ്കൊടി. പ്രൗഢഗംഭീരമായി CPM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം ആയിരിക്കുന്നു. കൊല്ലത്തെ സംബന്ധിച്ചോളം CPM-ന്റെ ശക്തിദുർഗമാണ് കൊല്ലം ജില്ല എന്നുള്ളത്. CPM-ന്റെ ഉരുക്ക് കോട്ടയായിട്ടുള്ള കൊല്ലത്ത് തന്നെ ഇത്തവണ സമ്മേളനം നടക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒരുപാട് രക്തസാക്ഷികളുടെ ആയാലും ഒരുപാട് തൊഴിലാളി പ്രസ്ഥാനത്തിന് വേരുള്ള മണ്ണിലാണ് ഇത്തവണ സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലം സമ്മേളനം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സമ്മേളനം, സംസ്ഥാന സമ്മേളനം പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ ഇനിയുള്ള നാളുകൾ പാർട്ടിയെ സംബന്ധിച്ചോളം അഭിമാനകരമായ ദിവസങ്ങളായിരിക്കും.